നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷൻ ആര് പിടിക്കും? 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ തലവര മാറ്റിവരയ്ക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. പാണഞ്ചേരി പഞ്ചായത്ത് ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് റാലി DCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളുങ്ങര ചായപ്പൻകുഴിയിൽ തൈക്കുടൻ സുബ്രഹ്മണ്യൻ എന്ന 70-കാരനെ കാട്ടാന ആക്രമിച്ചു കൊന്നു. നാട്ടുകാർ വനം വകുപ്പ് ഓഫീസ് ആക്രമിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇത്തവണ കോർപ്പറേഷൻ ആര് ഭരിക്കും? കടുത്ത മത്സരം നടക്കുന്ന കോർപ്പറേഷൻ ഭരണം പിടിക്കുവാൻ 3 മുന്നണികളും കഠിന ശ്രമത്തിലാണ്. തൃശങ്കു കൗൺസിൽ വന്നാൽ വിലപേശലിലൂടെ ചിലതൊക്കെ നേടാമെന്ന വിശ്വാസത്തിൽ സ്വതന്ത്രന്മാരും റിബലുകളും സജീവമായി വോട്ട് പിടുത്തത്തിലാണ്. 3-ാം മുഴം ഉറച്ചാണ് LDF മുന്നോട്ടു പോകുന്നത്. പഴയ പ്രതാപത്തിന്റെ ഓർമ്മകൾ അയവിറക്കി UDFും സുരേഷ് ഗോപി പാർലമെന്റിൽ നേടിയ വോട്ടുകളിൽ വിശ്വാസമുറപ്പിച്ച് BJP ഭരണം പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രചരണം നടത്തുന്നത്. ത്രികോണ മത്സരമാണ് എല്ലാ ഡിവിഷനിലും എന്ന പ്രതീക്ഷയിലാണ് സ്വതന്ത്രന്മാരും റിബലുകളും പ്രചരണം നടത്തുന്നത്. ഒരു ഭൂരിപക്ഷ കൗൺസിൽ ഉണ്ടാകണേ എന്നാണ് ജനങ്ങളുടെ അതിയായ ആഗ്രഹം. 10 വർഷം LDFും ഭരിച്ചു കഴിഞ്ഞു. 2500 കോടി രൂപയുടെ വികസനം നടത്തിയെന്ന അവകാശവാദം ശരിയോ തെറ്റോ എന്നറിയില്ല. അത് അറിയാൻ എവിടെ നിന്ന് എത്ര കിട്ടിയെന്ന ചോദ്യം എതിർപക്ഷത്തു നിന്ന് ഉണ്ടാവാത്തതിന്റെ ഇതൊന്നും ജനത്തിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവിക വികസനമല്ലാതെ പ്രത്യക്ഷമായി ഒന്നും കാണുന്നില്ല. വികസനത്തിന്റെ പിറകിൽ ചില കഥകളൊക്കെ അത്ര സുഖമുള്ളതല്ല. ആകെ ഒരു ആനച്ചന്തം നഗരത്തെ നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. കൗൺസിൽ തീരുമാനങ്ങളിൽ ഭൂരിപക്ഷവും എതിർപ്പുകൾക്കിടയിലും ചർച്ചകൾ പോലുമില്ലാതെ പാസാക്കപ്പെട്ടവയാണ്. ചട്ടലംഘനങ്ങളും വ്യാജ മിനിസ്റ്റുകൾ ചമയ്ക്കലും അഴിമതിയും UDF നിരന്തരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും എല്ലാം വനരോധനങ്ങൾ മാത്രമായിരുന്നുവെന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നഗരത്തെ പ്രകാശങ്ങളിൽ 42,000 വൈദ്യുതി വിളക്കുകൾ വാങ്ങിയത് വൻ നേട്ടമായി തോന്നാം. എങ്കിലും അതിനു പിറകിൽ ഒരു കൗൺസിലറുടെ പങ്ക് ദുരൂഹമാണെന്ന് പറയുന്നുണ്ട്. റോഡ് ജംഗ്ഷൻ വികസനം ഉണ്ടായതായി അവകാശപ്പെടാനുണ്ടോ? പുതിയ മാസ്റ്റർ പ്ലാൻ എന്ന് നടപ്പിലാക്കും എന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി വോട്ടെടുപ്പ് കഴിഞ്ഞു. ഫലപ്രഖ്യാപനം വരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ തലവര മാറ്റുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വൈബ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. LDF UDF മുന്നണികളെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും BJP സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJP വിജയിക്കുന്നതോടെ കേരളം ട്രിപ്പിൾ എൻജിൻ സർക്കാരായി ഭരിച്ച കേരളത്തെ വൻ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും PK കൃഷ്ണദാസ് പറയുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ്. കഴിഞ്ഞ 2024 തൃശ്ശൂർ പേരൂരിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ മാറ്റം അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളമാകെ വ്യാപിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ. 2024 തൃശ്ശൂർ പേരൂരിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ പരമ്പരാഗത മുന്നണികളെ പൂർണ്ണമായും തറപറ്റിച്ചുകൊണ്ട് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ നൽകി. മാത്രമല്ല, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF UDF മാർക്സിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളുടെ ഇരട്ടത്താപ്പിന് ജനങ്ങൾ നൽകിയ ഇരുട്ടടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായത്. ഈ ഇരുട്ടടി ഈ തെരഞ്ഞെടുപ്പിലും ആസന്നമായ തെരഞ്ഞെടുപ്പിലും
കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നൽകാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇത് പ്രാദേശിക ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ നേരത്തെ പറയാറുണ്ട് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ച്. അതെ, ഇത്തവണ കേന്ദ്രത്തിൽ വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഭരണം നടത്തുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗവൺമെൻറ്റുകൾ നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. സത്യത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ കേരളത്തിൻ്റെ പ്രാദേശിക തലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകും. ഞങ്ങൾ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിലേക്കുള്ള രാഷ്ട്രീയ യാത്ര കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. കാരണം മലയാളികൾക്ക് LDFനെയും UDFനെയും CPMനെയും കോൺഗ്രസിനെയും പൂർണ്ണമായി അവർക്ക് മനസ്സിലാക്കിയിരിക്കുക. ഈ രണ്ട് മുന്നണികളുടെയും രണ്ട് പാർട്ടികളുടെയും തനിനിറം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് നേതൃത്വം നൽകുന്ന CPM കോൺഗ്രസ് പാർട്ടികൾക്കും ഇനി ഒന്നും മറച്ചു വെക്കാനുള്ള ഇവർ പൂർണ്ണമായും നഗ്നരായിരിക്കുകയാണ്. CPM കോൺഗ്രസ് ജനങ്ങളെ പോലെ ഒന്നും മറച്ചു വെക്കാനില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഉയർന്നു വരികയും ഇപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് വികസനമാണ്, രണ്ട് വിശ്വാസം. വികസനത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒപ്പം വിശ്വാസത്തെക്കുറിച്ചും ചർച്ച ചെയ്യണം. കഴിഞ്ഞ 11 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട് വികസനം. അത് സാധാരണക്കാരൻ, അധ്വാനിക്കുന്നവർ, കർഷകർ, യുവാക്കൾ, യുവതികൾ, കടലോരത്ത് താമസിക്കുന്നവർ, മലയോരത്ത് താമസിക്കുന്നവർ, മുന്നോക്കക്കാർ, പിന്നോക്കക്കാർ, ഭൂരിപക്ഷക്കാർ, ന്യൂനപക്ഷക്കാർ, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന അവരുടെയൊക്കെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാഷ്ട്രീയത്തിന് നൽകിയ പുതിയ വ്യാഖ്യാനം വികസനത്തിൻ്റെതാണ്. ആ വികസനം കേരളത്തിലെ ജനങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയായി മാറിയിരിക്കുന്നു. ആ വികസനം കേരളത്തിലും ഓരോ പൗരന്റെയും വീട്ടുമുറ്റത്തെത്തിക്കണം. ഈ ചർച്ചയാണ് നടക്കേണ്ടത്. അതുപോലെ വിശ്വാസത്തെക്കുറിച്ചൊരു ചർച്ചയും നടക്കണം. പക്ഷെ ഇവിടെ നടക്കുന്ന ചർച്ച എന്താ? വികസനമല്ല. കാരണം രണ്ട് മുന്നണികൾക്കും വികസനത്തെക്കുറിച്ചൊന്നും പറയാനില്ല. വികസനത്തിന്റെ രാഷ്ട്രീയം ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനവിധി തേടുന്നത് BJPയും NDAയും മാത്രമാണ്. ഇപ്പൊ നോക്കൂ, ഇന്നലെ ഏറ്റവും ഒടുവിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി പട്ടിക്കാട് സെന്റർ ചുറ്റി ഹാപ്പിനെസ് പാർക്കിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ LDF തരംഗമാണെന്നും അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണെന്നും LDF സ്ഥാനാർത്ഥികൾ കൂടുതലായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PK ഷാജൻ പറഞ്ഞു. LDF നേതാവ് ജിനേഷ് PC അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള VC സുജിത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ LDF നേതാക്കളായ MS പ്രദീപ് കുമാർ, MM അവറാച്ചൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി PS വിനയൻ, തോമസ് മായാലി, ജോസ് കുട്ടി, എബിൻ ഗോപുരം, M ബാലകൃഷ്ണൻ തുടങ്ങിയവർ, ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മുന്നണി മുന്നോട്ട് വെക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വളരെ നല്ല നിലയിൽ തന്നെ സ്വാഗത പ്രസംഗത്തിലും ഒറ്റവാക്കിൽ ജനീഷും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്.
വളരെ ആവേശകരമായ ഒരു രംഗാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായും ഇക്കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തിയ ഭരണത്തെ സംബന്ധിച്ച് ശരിയാവണ്ണം വിലയിരുത്തുന്ന ഏവനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലയറ്റും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ജനീഷ് 24 വാർഡും ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതിൽ ഒരു അതിശയോക്തിയുമില്ല. ജനങ്ങൾ നമ്മൾക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി പറയാൻ എന്തുണ്ട്? ഇടതുപക്ഷം എന്നത് ജനപക്ഷമാണ്. ജനങ്ങളുടെ ജീവിത പ്രയാസം അകറ്റാൻ വേണ്ടി ശരിയായ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് പഞ്ചായത്തിലായാലും കൊള്ളാം, കേരളത്തിലായാലും കൊള്ളാം, ഈ നിലപാട് സ്വീകരിക്കുന്നതാണ്. ഇതൊക്കെ ജനങ്ങളിലേക്ക് നല്ലപോലെ എത്തിക്കാൻ പറ്റിയാൽ BJPയും കോൺഗ്രസൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ പിന്മാറും. അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് ഇത്തരം പൊതുയോഗങ്ങളുടെ പ്രസക്തി. തിക്കുങ്കര പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് റാലി പുന്നംപറമ്പ് സെന്ററിൽ നിന്നും ആരംഭിച്ച് മലാക്കയിൽ സമാപിച്ചു. പൊതുസമ്മേളനം DCC ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ ജിജോ കുര്യന്റെ അധ്യക്ഷതയിൽ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറിമാരായ PJ രാജു, ഷാഹിദ് റഹ്മാൻ, മണ്ഡലം പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുമായ ജെയ്സൺ മാത്യു, മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സെലക്ട് മുഹമ്മദ്, ഹംസ നാരോത്ത്, P രാധാകൃഷ്ണൻ, AR കൃഷ്ണൻകുട്ടി, VM കുര്യാക്കോസ്, സുനിൽ ജേക്കബ്, VG സുരേഷ് കുമാർ, വർഗീത് ചിറ്റിലപ്പിള്ളി, എൽദു തോമസ്, PV വിനയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ നിയമസഭയിൽ അങ്ങനെ തന്നെ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുകയും പ്രതിപക്ഷത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നു. ബഹുമാനനായ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, AK ആന്റണിയുടെയും ലീഡർ കരുണാകരന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥരെ പല മേഖലകളിലാക്കി അവരെയൊക്കെ നട്ടം തിരിച്ച് പല ജില്ലകളിലേക്ക് വിടുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തകർത്തു. സാധാരണഗതിയിൽ നമുക്കറിയാം, സ്പിൽ ഓവർ പദ്ധതികൾ ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ പ്രതിപക്ഷ നേതാവ് കൃഷ്ണുട്ടേട്ടൻ അടക്കമുള്ളവരിയ്ക്കുന്നു. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതാത് വർഷം ആസൂത്രണ സമിതി അംഗീകരിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നത്തെ സാമ്പത്തിക വർഷത്തേക്ക് ആ പദ്ധതിക്ക് സർക്കാർ പണം അനുവദിക്കും. എന്താ സ്ഥിതി? കാലം തെറ്റി വരുന്ന കാലവർഷം മഴ കരാറുകാരൻ ഇട്ടേച്ചു പോയാൽ ഏതെങ്കിലും സമയത്ത് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പദ്ധതിക്ക് അനുവദിച്ച പണം അതോടുകൂടി നിർത്തലാക്കും. പിന്നത്തെ സാമ്പത്തിക വർഷം വേണമെങ്കിൽ തുടരണമെങ്കിൽ ആ തനത് വർഷം സർക്കാർ അനുവദിച്ച പ്ലാൻ ഫണ്ടിൽ നിന്ന്, നിയമസഭ പാസാക്കിയെടുത്ത പ്ലാൻ ഫണ്ടിൽ നിന്ന് വേണം ആ പദ്ധതി നടപ്പിലാക്കാൻ. ഇപ്പൊ എന്താ സ്ഥിതി? കഴിഞ്ഞ കുറെ വർഷങ്ങളായി 9 വർഷത്തോളമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൻ കീഴിൽ ട്രഷറികൾ അപ്രഖ്യാപിത വിലക്കാണ്. ഏത് സമയത്താണ് ട്രഷറി തുറന്നിരിക്കുന്നത്? ഗൂഢാലോചനയ്ക്ക് തെളിവില്ല, ദിലീപിനെ വെറുതെ വിട്ടു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. ഒരു കൊടും ക്രിമിനലിന്റെ വാക്കുകേട്ട് 8 കൊല്ലം അന്വേഷിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷൻ കൊടുക്കലും കോടതിയെ ബോധിപ്പിക്കുവാൻ കേരള പോലീസിന്റെ മിടുക്കന്മാർക്ക് സാധിച്ചില്ല. ചാനൽ ചർച്ചകളിൽ കിടിലൻ ഡയലോഗുകൾ കാച്ചിയവർക്കും ഒന്നും സാധിച്ചില്ല. കേട്ടത് പ്രോസിക്യൂഷനൊപ്പം ഇവിടുത്തെ മാധ്യമങ്ങൾ കൂടിയല്ലേ. യുദ്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനി ഹൈക്കോടതി, സുപ്രീം കോടതി വരെ ഈ കേസ് നീളുമെന്ന് നിസ്സംശയം പറയാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ വിജയം നേടുവാൻ BJP. ക്രിസ്തീയ ഹൈന്ദവ ദേവാലയങ്ങൾക്കും നേരെ ആക്രമം അഴിച്ചുവിടുവാൻ
സാധ്യതയുണ്ടെന്ന് സച്ചിദാനന്ദൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച ബിജെപിയിൽ ചേർന്ന് ഒരു കൊല്ലം പ്രവർത്തിച്ചതോടെ ബിജെപിയുടെ തനിനിറം മനസ്സിലായതായി സച്ചിദാനന്ദൻ പറയുന്നു. വർഗീയ ലഹള ഉണ്ടാക്കി വോട്ട് പിടിക്കുവാനുള്ള ബിജെപിയുടെ പദ്ധതികൾ പരാതിയായി മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും അയച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു. ബിജെപിയുടെ വർഗീയ ഫാസിസത്തിൽ പ്രതിഷേധിച്ച് ബിജെപിയിൽ നിന്നും രാജിവെച്ചതായും മാതൃസംഘടനയായ കോൺഗ്രസിൽ ചേർന്ന് ഭാവിയിൽ പ്രവർത്തിക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക ശാസ്ത്ര പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള ദേശീയ ഹരിതസേനയുടെ ഈ വർഷത്തെ ഹരിത പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത അധ്യാപകർക്കുള്ള അവാർഡ് തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ സന്ധ്യ വി.യു. രാധാകൃഷ്ണനും ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു കെ.പിയും മികച്ച പ്രാദേശിക പരിസ്ഥിതി പത്രപ്രവർത്തകനുള്ള അവാർഡ് വി.എ. ഷക്കീൽ എന്നിവർക്ക് തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ സമ്മാനിച്ചു. ദേശീയ ഹരിതസേനയുടെ തൃശൂർ ജില്ലാ കോർഡിനേറ്ററായ ജെയിംസ് എൻ.ജെ. സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രശസ്ത ഗ്രാഫിക് ഡിസൈനറായ ആനിമേഷ് സേവിയർ ചിത്രരചനാ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും പ്രശ്നോത്തരിയും നടത്തി. തൃശൂർ സെന്റ് ലൂഷ്യസ് കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം അധ്യാപകനായ ജെയിംസ് ജെ പ്രശ്നോത്തരി മത്സരം നടത്തി. തെക്കുംപാടം 10ാം വാർഡിലെ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി കൃഷ്ണേന്ദു പ്രസാദിന്റെ റോഡ് ഷോ സംഘടിപ്പിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തെക്കുംപാടം 10ാം വാർഡ് ദേശീയ ജനാധിപത്യ സഖ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥി കൃഷ്ണേന്ദു പ്രസാദിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം റോഡ് ഷോ നടത്തി. കല്ലിടുക്ക് നിന്ന് തെക്കുംപാടം കോരംകുളം മഞ്ഞക്കുന്ന് വഴി തെക്കുംപാടം സെന്ററിലെത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം NDA സംസ്ഥാന കമ്മിറ്റി അംഗം സുന്ദരരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് സംയോജകൻ NS പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സ്ഥാനാർത്ഥി PP ജോണി ആശംസ നേർന്ന് സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റ് ബിജു കൊല്ലമറ്റം സ്വാഗതവും BDJS പഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിൻ നന്ദിയും പറഞ്ഞു. സ്ഥാനാർത്ഥി കൃഷ്ണേന്ദു പ്രശാന്ത്, ജയൻ കണ്ടംപുളി, വിജയൻ കമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് ഷോയിലും പൊതുയോഗത്തിലും ധാരാളം പേർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം, കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കാട്ടാന ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. തൃശൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി തൈക്കൂടൻ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. സുബ്രഹ്മണ്യൻ ചായ കുടിക്കുവാൻ കടയിലേക്ക് പോകുമ്പോഴാണ് സംഭവമുണ്ടായത്. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാന അടങ്ങുന്ന ആനക്കൂട്ടമാണ് സുബ്രഹ്മണ്യനെ ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. നാട്ടുകാർ ഫോറസ്റ്റ് ജീപ്പിന്റെ ചില്ലടിച്ചു തകർത്തു. ഫോറസ്റ്റ് ഓഫീസിനകത്ത് കയറിയും നാട്ടുകാർ പ്രതിഷേധിച്ചു. ദീർഘനാളായി ഈ മലയോര കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഈ വന്യമൃഗശല്യത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കളക്ടറൊക്കെ വാക്ക് തന്നതാണ് ഇനിമേലിൽ ഇത്തരണത്തിൽ ആവർത്തിക്കപ്പെടില്ല എന്ന്. ഇന്ന് കാലത്ത് അതിദാരുണമായി ചായ കുടിക്കാൻ വന്ന ആളെ ഈ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇതിനെതിരെ ഒരു സംവിധാനം ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. കാരണം വന്യമൃഗങ്ങൾ കാട്ടിലാണ് വളരുന്നത്. ഒത്തിരി പൈസ ദൂർത്തടിച്ച് വിനിയോഗിക്കപ്പെടുന്നു. ട്രെഞ്ച് സ്ഥാപിക്കപ്പെട്ട് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നാട്ടിലെ പ്രധാന ആവശ്യം. ഈ ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് വാക്ക് പാലിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയാണ് ഈ നാടിന്റെ പ്രതിഷേധം. ഡിസംബർ 11 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ മാണിക്കത്തറ പഞ്ചായത്തിലെ 18 വാർഡുകളിലും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് 5ാം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ വൈസ് പ്രസിഡന്റുമായ സണ്ണി ചെന്നിക്കര വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. മാണിക്കത്തറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് സാധാരണ പൗരന് നീതി ലഭിക്കുന്ന വിധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം പഞ്ചായത്തിൽ വരുന്ന ഏതൊരാളും അവർക്ക് കൃത്യമായ വിധത്തിൽ സേവനം നൽകുന്ന ഒരു സമീപനമാണ് ഈ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഭരണസമിതി കയറുന്ന സമയത്ത് തന്നെ വ്യക്തമായി അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു, അവിടെ വരുന്ന ആളുകളോട് നന്നായി പെരുമാറണം, അവിടെ വരുന്ന ആളുകൾക്ക് പരമാവധി നീതി ലഭ്യമാക്കണം. അത് ഞങ്ങളുടെ ഒരു പോളിസിയായിരുന്നു. അതിൽ പൂർണ്ണമായും അത് വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ആളുകളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മോശമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. വളരെ അപൂർവമായ സാഹചര്യങ്ങൾ മാത്രം. കാരണം മുഴുവൻ സേവനവും കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നു വരില്ല. കാരണം പഞ്ചായത്തിന് ചെയ്യാവുന്ന പരിമിതികളുണ്ട്. പക്ഷെ അതിനുള്ളിൽ നിന്നുകൊണ്ട് അവിടെ വരുന്ന ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അത് കൃത്യമായി ബോധ്യപ്പെടുത്തി വിടാനും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് കാരണം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി വിടാനുള്ള സാഹചര്യം പഞ്ചായത്തിലുണ്ടായിരുന്നു. അതൊരു വലിയ നേട്ടം തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ ഈ ഭരണസമിതി കാലയളവിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും, എല്ലാ മെമ്പർമാരും ഭരണസമിതി ആകെ തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഇപ്പോൾ പെൻഷനാവട്ടെ അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുന്ന കാര്യത്തിലാവട്ടെ മറ്റേത് കാര്യങ്ങളാവട്ടെ ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് തന്നെ ചെന്ന് പ്രവർത്തിക്കുന്നതിനും അത് ഇടപെടുന്നതിനും പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കച്ചിത്തോട് ഡാം അതൊരു എന്താ പറയുക ഒരു ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളുടെ മനസ്സിൽ ഉള്ള പദ്ധതി പൂർണ്ണമായി നടപ്പിലായിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ആളുകളുടെ അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ ഭരണസമിതി വരുന്നതോടുകൂടി കച്ചിത്തോട് ഡാം ഒരു 2 വർഷം കൊണ്ട് കച്ചിത്തോട് ഡാമിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ടൂറിസം മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ മാണിക്കത്തറ ഉണ്ടാക്കാൻ പോവുകയാണ്. അതോടൊപ്പം 2 പദ്ധതി കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒന്ന് പുല്ലുകുളം, 3 കോടി രൂപ ചെലവിൽ പുല്ലുകുളം ടൂറിസം പദ്ധതിയും അതോടൊപ്പം തന്നെ അവിടെയുള്ള കുട്ടികളുടെ പാർക്ക് നവീകരിക്കുന്ന പദ്ധതി ജനുവരി മാസത്തിൽ ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പുല്ലങ്കണ്ടത്ത് മലയോര മേഖലയായ പുല്ലങ്കണ്ടത്തുള്ള കടപ്പഞ്ചിറ എന്ന പദ്ധതി
ആ 2.5 കോടി രൂപ ചെലവിൽ ആ പദ്ധതി അവിടുത്തെ ചെറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. നല്ല ആധുനിക രീതിയിലുള്ള ഷട്ടർ ഇട്ടു. അതോടൊപ്പം തന്നെ 2.5 കോടി ചെലവിൽ അവിടുത്തെ പുറമ്പോക്കൽ അളന്ന് തിരിച്ചിരിക്കുകയാണ്. അവിടുത്തെ പദ്ധതിയും ജനുവരി മാസം ആരംഭിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഴിമതി രഹിതമായ ഒരു പഞ്ചായത്ത് 100% പറയാൻ കഴിയും. സാധാരണ പൊതുമരാമത്ത് മേഖലയിലാണ് കൂടുതൽ അഴിമതി ഉണ്ടാവുക. പക്ഷെ ഒരു നയാ പൈസ പോലും കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് മാടക്കത്തിലുള്ളത്. എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരു പരാതി പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നോ കരാറുകാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റോ 1 രൂപ പോലും കൈക്കൂലി പറ്റാത്ത, സാമ്പത്തിക സഹായം പറ്റാത്ത മെമ്പർമാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമാണ് മാടക്കത്തറ പഞ്ചായത്തിൽ ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. അത് അഭിമാനപൂർവ്വം പറയാവുന്നൊരു കാര്യമാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ ആളുകളുടെ സമരം ഉണ്ടാവുമായിരുന്നു, പ്രതിപക്ഷ പാർട്ടികളുടെ സമരം ഉണ്ടാവുമായിരുന്നു. അതൊന്നും തന്നെ ഇല്ലാത്ത വിധത്തിൽ കർക്കശമായ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് പോയത്. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന 3 പദ്ധതികൾ, ആ 3 പദ്ധതികളും നമ്മൾ നടപ്പിലാക്കിയെന്നുള്ളതാണ്. കഴിഞ്ഞ 8 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതിയാണ് ടെൻസ് കുടിവെള്ള പദ്ധതി. ടെൻസ് കുടിവെള്ള പദ്ധതിക്ക് ഒരു ടാങ്ക് പണിതെങ്കിലും അത് പൂർണ്ണമായ ആളുകൾക്ക് വെള്ളം കിട്ടില്ല എന്നുള്ള പരാതി വന്നപ്പോൾ നമ്മൾ ഇടപെടുകയും ആ പദ്ധതി അടുത്തൊരു ടാങ്ക് കൂടി പണിതുകൊണ്ട് ആ പദ്ധതി പൂർണ്ണമായി 150ഓളം ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാക്കി മാറ്റാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പീലിമൂല കുടിവെള്ള പദ്ധതി, പീലിമൂല കുടിവെള്ള പദ്ധതിയിൽ നമുക്ക് തീർച്ചയായിട്ടും അതും മുടങ്ങിക്കിടന്ന പദ്ധതിയാണ്. അതും നമ്മൾ ജനങ്ങൾക്ക് ഒരു 52ഓളം വീട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതും പൂർത്തീകരിച്ചു. പക്ഷേ അതിലെ കുടിവെള്ളത്തിൻ്റെ കുടിവെള്ളം കുറച്ചുകൂടി അത് ശുദ്ധീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അത് പുതിയ ഭരണസമിതി വരുന്നതോടുകൂടി അതും പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പുല്ലങ്കണ്ട തെക്കേക്കര പാലം MLA ADS പദ്ധതിയിൽ നിന്ന് കിട്ടിയ ഒരു പദ്ധതിയാണ്. അതും 8 വർഷമായി മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ മനോഹരമായ രീതിയിൽ ശരിക്കും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി, ഒരു ചെറുകിട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ആ പുല്ലങ്കണ്ട തെക്കേക്കര പാലം അത് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുപോലെ വികസന പരിപാടികൾ പറയുകയാണെങ്കിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷവും 100% പദ്ധതി നിർവഹണം നടത്തിയ പഞ്ചായത്താണ്. സർക്കാർ തരുന്ന പൈസ, ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ 100% ചെലവഴിച്ച പഞ്ചായത്താണ് മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം തന്നെ തനത് വരുമാനം, നമ്മുടെ ടാക്സ് അടക്കമുള്ള തനത് വരുമാനം കഴിഞ്ഞ 5 വർഷവും 100% ആളുകൾ തന്ന ഒരു പഞ്ചായത്താണ്. പിരിച്ച പഞ്ചായത്ത് പറയാൻ വേണമെങ്കിൽ തന്ന പഞ്ചായത്താണ്. ജനങ്ങൾ ആകെ സഹകരിച്ചു. 5 വർഷവും 100% ടാക്സ് അടച്ച പഞ്ചായത്താണ് മാടക്കത്തറ. 100% പദ്ധതി നിർവഹണം, 100% ടാക്സ് അടച്ച ജനങ്ങൾ സഹകരിച്ച പഞ്ചായത്താണ്. അതൊരു വലിയ നേട്ടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 4.5 കോടി രൂപയുടെ വികസന പ്രവർത്തനം തനത് ഫണ്ടിൽ നിന്ന് മാത്രം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പുതിയ റോഡുകൾ, പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് ഈ ഫണ്ട് കൃത്യമായി ജനങ്ങൾ തന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ ISO മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് ISO സംവിധാനത്തിൽ പോകുന്നു, കുടുംബശ്രീ ISO സംവിധാനത്തിൽ പോകുന്നു. 2 പഞ്ചായത്തും കുടുംബശ്രീയും ISO ലഭിച്ചിട്ടുള്ള പഞ്ചായത്താണ്. അതൊരു വലിയ നേട്ടം തന്നെയാണ് നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 250 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ കഴിയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ 250 കോടി രൂപ. അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് 2 കോടി രൂപ നമുക്ക് ലഭിച്ചു. അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 5 കോടി രൂപ ലഭിച്ചു. സർക്കാരിൽ നിന്ന് കിഫ്ബി വഴിക്ക് ഏകദേശം 90 കോടി രൂപ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ് കിഫ്ബി വഴിക്ക്. പിന്നെ പൊതുമരാമത്ത് വകുപ്പിന് പിഴപടിയിൽ നിന്ന് ലഭിച്ചു, തദ്ദേശ റോഡ് പദ്ധതി പ്രകാരം ലഭിച്ചു, സർക്കാരിൻ്റെ തീരദേശ റോഡ് പദ്ധതി പ്രകാരം ലഭിച്ചു, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതി പ്രകാരം ലഭിച്ചു, MLA ADS പദ്ധതിയിൽ നിന്ന്, MLA ഫണ്ടിൽ നിന്ന്, അങ്ങനെ തുടങ്ങി പഞ്ചായത്ത് തനത് വരുമാനം, പഞ്ചായത്ത് മറ്റേ മെയിൻ്റനൻസ് ഗ്രാന്റ് തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികളിൽ നിന്നായിട്ട് ഏകദേശം 250 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. കേരളത്തിലുടനീളം 14 ബ്രാഞ്ചുകളിലായി പ്രവർത്തിച്ചിരുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകരെ വഞ്ചിച്ച് 200 കോടി രൂപയുമായി മുങ്ങിയതായി നിക്ഷേപകരുടെ അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ അഖിൽ മുരളി, പിതാവ് PR മുരളീധരൻ, മുരളിയുടെ മറ്റൊരു മകൻ ആഷിഖ് മുരളി, മാതാവ് രാജേശ്വരി, KS അജു തുടങ്ങിയവരാണ് ഡയറക്ടർമാർ. 1200-ൽ അധികം നിക്ഷേപകരുടെ 200 കോടി രൂപയിലധികം രൂപയുമായി ഡയറക്ടർമാർ മുങ്ങി. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 50-ലധികം FIR-കൾ രജിസ്റ്റർ ചെയ്തു. എങ്കിലും അന്വേഷണം നടത്തുന്നില്ല. ഉടൻ മറ്റ് സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ ആൽഫ്രഡ് ബെന്നോ, വർഗീസ് മൊഴിയിൽ, ജോയ് വർഗീസ്, നെൻസൺ സ്റ്റീഫൻ, സൗൾ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു.
മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ യുവജന സംഘടനയുടെ യെല്ലോറ 2025 വികാരി ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് വിദഗ്ധർ ക്ലാസുകൾ എടുത്തു. മോട്ടിവേഷൻ സ്പീക്കർ പ്രവീണിന്റെ ക്ലാസ് കുട്ടികളെയും യുവതീ യുവാക്കൾക്ക് ഏറെ ആസ്വാദകരമായിരുന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിബിൻ പൊന്നാരി, വിവിധ യുവജന സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപനത്തിൽ മ്യൂസിക് ബാൻഡ് ഉണ്ടായി. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. തദ്ദേശ പോരാട്ടം മുറുകുമ്പോൾ പോസ്റ്ററിന് പുറമെ സോഷ്യൽ മീഡിയയിലും പോരാട്ടം കനക്കുകയാണ്. ഇൻസ്റ്റാ റീൽ, ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയിലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളുടെ പ്രളയം. മതിലുകൾ നിറച്ചു നിൽക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും മാത്രമല്ല, ഇപ്പോൾ വോട്ടർമാരുടെ മൊബൈൽ സ്ക്രീനുകളിലും രാഷ്ട്രീയ പ്രചാരണം നിറയുകയാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങി എല്ലായിടത്തും സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തകൃതിയായി മാറിയിരിക്കുകയാണ്. ഹൃദയസ്പർശിയായ കഥകളും നാട്ടിൻപുറത്തിന്റെ പ്രശ്നങ്ങളും യുവജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡിംഗ് ഓഡിയോ ഉപയോഗിച്ചുള്ള ക്രിയേറ്റീവ് റീലുകളുമാണ് സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ ഇടം പിടിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിയും യുവാക്കളെ അടുപ്പിക്കുവാൻ മോഡേൺ അവതരണ ശൈലിയും കുത്തനെ മാറുന്ന റീൽ ട്രെൻഡുകളും ക്യാപ്ഷനുകളും എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ പോസ്റ്ററുകളിലെ ചിത്രങ്ങളിൽ വരെ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുന്നവരുമുണ്ട്. പ്രചാരണം തിളക്കമാർജിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ ഈ പ്രചാരണ പ്രളയവും പൊടിപൊടിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ വോട്ട് ഫ്രാൻസിന ഷാജുവിനായിരിക്കും. അവർ തീർച്ചയായും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വരും. അത് ശരിയാണ്. എരിവേനൽ തീയെറിയുമ്പോൾ മഴ പെയ്യുന്നൊരു മരമുണ്ടേ. എരിവേനൽ തീയെറിയുമ്പോൾ മഴ പെയ്യുന്ന
പറയുന്നൊരു മരമുണ്ടേ, കനലെരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ. കുതിര ചിതറും ഒരു പടരുമരിയ ഗജമലറും ഇവിടെ ഒരു കഥയുടെ കനൽ വഴി കടലു കടലിനൊരു തടവു പണിയും ഇതു രുധിരമുതിരും ഒരു കഥയുടെ പുതുമൊഴി വാർത്തല കോർത്തൊരു പടയുടെ ആൾബലമറിയും ഒരക്ഷൗഹിണികളും അഗ്നി കൊളുത്തിയ ചക്രവ്യൂഹവും അവരുടെ കൈനില തകരും തന്ത്രവും അഭിനവ പാണ്ഡവ കൗരവ നിരയുടെ കഠിന കുരുക്ഷേത്രം. പാർലിക്കാട് തയ്യനത്തുകാവ് നൈമിഷാരണ്യത്തിൽ വെങ്ങിനിശ്ശേരി നാരായണാശ്രമവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി നടത്തിവരുന്ന പരമതത്വ സമീക്ഷ സത്രം 19 മുതൽ 28 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19 രാവിലെ 9:30 മുതൽ നടക്കുന്ന ചടങ്ങ് ഹരിപ്പാട് രാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി വീരഭദ്രാനന്ദജി മഹാരാജ് ഉദ്ഘാടനം നിർവഹിക്കും. സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് അധ്യക്ഷത വഹിക്കും. സ്വാമി സദ്ഭാവാനന്ദജി മഹാരാജ്, വാസുദേവാനന്ദ ബ്രഹ്മാനന്ദഭൂതി, സേവ്യ ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, ഡിവിഷൻ കൗൺസിലർ ധന്യ നിതിൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതി, സ്വാമി ബ്രഹ്മശ്രീ ദേവപാലൻ, പ്രൊഫസർ സാധു PS പത്മനാഭൻ, K വിജയൻ മേനോൻ, K വിജയ്കുമാർ, AK ഗോവിന്ദൻ, PM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടിയും. തൃശൂർ കോർപ്പറേഷൻ ആര് പിടിക്കും? 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ തലവര മാറ്റിവരയ്ക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. പാണഞ്ചേരി പഞ്ചായത്ത് ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് റാലി DCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴിയിൽ തൈക്കുടൻ സുബ്രഹ്മണ്യൻ എന്ന 70-കാരനെ കാട്ടാന ആക്രമിച്ചു കൊന്നു. നാട്ടുകാർ വനം വകുപ്പ് ഓഫീസ് ആക്രമിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.